അപ്പൊ ഈ പൊട്ടാത്ത അന്യൂറിസം ആണെങ്കിലും പൊട്ടുന്ന അന്യൂറിസം ആണെങ്കിലും നമുക്ക് എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്സ്? നമുക്ക് മെഡിസിൻ എടുത്താൽ മാറുമോ, അതോ ഇത് സർജറിയിലേക്ക് തന്നെ പോകണം? ഇതിന് മെഡിസിൻ ഒന്നും ഇല്ല. ഇല്ല, കാരണം ഇതൊരു സ്ട്രക്ചറൽ പ്രോബ്ലം ആണ്. ഇതിപ്പോൾ ഒരു കുമ്മള പോലെ ഇരിക്കുന്നുണ്ട്, അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. ഇപ്പോൾ പൊട്ടാത്ത അന്യൂറിസം എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാരണം ഒരു സ്കാൻ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇൻസിഡൻ്റലി ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള അന്യൂറിസം ആവാം. അത് അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മളത് മാനേജ് ചെയ്യണോ, ലൊക്കേഷൻ അനുസരിച്ച് ഒക്കെയാണ്. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ മറ്റ് പ്രായം, മറ്റ് രോഗാവസ്ഥകൾ അനുസരിച്ചാണ് അത് ട്രീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. മെഡിക്കൽ മാനേജ്മെൻറ്റ് ഇല്ല, അത് സർജിക്കൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഓപ്ഷൻസേ ഉള്ളൂ. പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് സർജറിയിലേക്ക്. ഇമ്മീഡിയറ്റ് എന്നുള്ളതല്ല, ഈ അന്യൂറിസം പൊട്ടുക എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ വരാവുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗമാണ്. നമ്മൾ പലപ്പോഴും ബ്രെയിൻ ട്യൂമർ, ബ്രെയിനിനകത്ത് ക്യാൻസർ എന്നൊക്കെ പറയുന്നതിന് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് കാണും. പക്ഷേ ക്യാൻസർ വന്നാലും നമുക്കത് കണ്ടുപിടിച്ച് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ കുറച്ചൊരു സമയം കിട്ടും. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചുകൂടി ലൈഫ് കിട്ടും. പക്ഷെ അന്യൂറിസം റപ്ചർ എന്ന് പറയുന്നത്, ഇത് റപ്ചർ ആയി കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാരും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ലായിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അന്യൂറിസം റപ്ചർ ആവാം. അത് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളായിരിക്കും. പക്ഷെ എന്നിട്ട് ഈ ആശുപത്രിയിൽ എത്തുന്ന 50%-ത്തിലും ഒരു 30% പേര് ആശുപത്രിയിൽ വെച്ച് മോശമാവാം. നമ്മൾ സർജറിയൊക്കെ ചെയ്താലും ചില ഇതിൽ മോശമാവും. അപ്പം ഒരു ചെറിയൊരു ശതമാനം ആൾക്കാരെ മാത്രമേ അന്യൂറിസം റപ്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ രക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു ഇയർലി ആക്സസ് കാരണം നമുക്കത് കുറേ കൂടെയൊക്കെ പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.